ഹായ് അസ്സാം വലൈക്കും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 13 വർഷമായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ എടുക്കുമല്ല, ഏർവാടി പോവാണ്. അപ്പോൾ ഒരുപാട് കാലമായി ഞങ്ങൾ ആഗ്രഹിക്കണം, ഇന്ന് പോകണം നാളെ പോകണം എന്നൊക്കെ വിചാരിച്ച ഒരു സ്ഥലത്തേക്ക് ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ടൈം സെറ്റായത്. അപ്പോൾ അതാ ഞാനും മക്കളും അതുപോലെ തന്നെ കാക്കുൻ്റെ ഫ്രണ്ടും വൈഫും പിന്നെ കാക്കുൻ്റെ പെങ്ങളുടെ കുട്ടിയും പേരക്കുട്ടിയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പോക്കാണ്. ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞു കാക്കു. പക്ഷേ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഞാനും മക്കളൊക്കെ ഛർദ്ദി തലവേദന, ഞങ്ങൾക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ട്രെയിൻ ആകുമ്പോൾ പിന്നെ അത്ര പ്രശ്നമില്ലല്ലോ യാത്ര. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ ട്രെയിനിന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ കാക്കു കുറേ വട്ടം അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കുവിന് വഴി കാര്യങ്ങളൊക്കെ അറിയും, ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തന്നെ കാണാത്തുള്ളൂ കേട്ടോ. പിന്നെ കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഫ്രണ്ടൊന്നും അവിടെ കണ്ടിട്ടില്ല. പിന്നെ നാത്തൂനൊക്കെ അവിടെ കണ്ടതാണ്. വീണ്ടും കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കൂടെ പോകുന്നതാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ വീട് കാളികാവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇവിടെ വാണിയമ്പലാണ് കേട്ടോ. അപ്പോൾ വാണിയമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ഞങ്ങൾ ഷൊർണൂർക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരെത്തിയ പാടെ തന്നെ ഞങ്ങൾക്ക് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് കാക്കുവിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ട്രെയിനിൽ കയറിയ പാടിനെ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കിട്ടിയിട്ട് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. എല്ലാവർക്കും ഓരോരുത്തർ തന്നെ സ്ഥലം കിട്ടി. അപ്പോൾ അതാ എന്താ പറയുക, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷൊർണൂരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതാ ഓരോ അടിപൊളി സ്ഥലങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ കാണുമ്പോൾ ഇത്ര തന്നെ ഭംഗി തോന്നൂല, പക്ഷേ ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടായ കളിയാവിൽ നമ്മൾ പോരുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ. മഴ കൊണ്ടിട്ടാണ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് തന്നെ അല്ല കേട്ടോ. ഇന്നത്തെ ദിവസം തന്നെ മഴ പെയ്യാത്ത പോലെയാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ടൈം ആവുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ലൈറ്റ് ഇല്ലാത്ത കേട്ടോ. ഒരു 6 മണി ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്താ പറയുക, നെല്ലുണ്ടാക്കുന്ന പാടങ്ങളാണ്. അപ്പോൾ നെല്ലിടാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയുക വിത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ എന്താ പറയുക ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെന്താ ഈ കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ ഈ ഫോണിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കിട്ടണില്ല കേട്ടോ. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ, കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കാണുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഈ ഭാരതപ്പുഴയിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. വേനലാവുകൊണ്ട് മഴ പെയ്യാത്തതുകൊണ്ടാവും എന്താ പറയുക, വെള്ളമൊന്നുമില്ല, ഒക്കെ വറ്റി കിടക്കുകയാണ്. നടുക്ക് മാത്രം കുറച്ച് വെള്ളമുള്ളൂ. പിന്നെ ഞാനതിൽ കുറച്ച് മുമ്പായിട്ട് നല്ലോണം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോൺ എടുത്തപ്പോഴേക്കും അത് മറിഞ്ഞു പോയിട്ടോ. എനിക്ക് കുറഞ്ഞ ഭാഗമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതാ നമ്മളിവിടെ പറളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബോർഡ് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് സ്ഥലമൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ പേടിയാണ്, ട്രെയിനിൽ അത്ര സേഫ്റ്റി ഒന്നുമല്ല നമ്മൾ പോണത്. നേരിട്ട് ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് ഇത്രക്ക് പേടിയില്ല കേട്ടോ. അപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഏതാണ്ട് ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ടിക്കറ്റിന് വേണ്ടി പോയിക്കാണ്. ഞങ്ങൾ ഇവിടെ ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിലും ചെന്നിറങ്ങിയ പാടനെ മക്കൾക്ക് ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു, അല്ലാതെ അവർ ഇരിക്കൂല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിന്. ഇനി ഞങ്ങൾ ഈ ഒരു ട്രെയിനിലാണ് കേട്ടോ പോണത്. അപ്പോൾ നാത്തൂൻ്റെ കുട്ടിയും മോനും ഇതേപോലെ ഒരു കുപ്പിയുണ്ട്, അതായിട്ട് ബോൾ തട്ടി കളിക്കാൻ പോലെ അവർക്ക് സമയം പോണ്ടേ, അവരങ്ങനെ കളിക്കാൻ കേട്ടോ സ്റ്റേഷനിൽ. അപ്പോൾ കോയമ്പത്തൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് മധുരയ്ക്കാണ് ഞങ്ങൾക്ക് പിന്നെ പോകേണ്ടത് കേട്ടോ. മധുരയ്ക്കുള്ള ട്രെയിന് ആ സമയത്ത് ഇല്ലാന്ന്, പിറ്റേ ദിവസമുള്ളൂ. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഈ മക്കളെയും കൊണ്ട് അവിടെ നിൽക്കൽ എന്താ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായി, എന്താ പിന്നെ ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങളൊരു ഏട്ടനെ കണ്ടത് കേട്ടോ. കാക്കു ഒരു ഏട്ടനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് മധുരയ്ക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തിരുച്ചിറപ്പള്ളിക്ക് ട്രെയിൻ ഉണ്ട്, തിരുച്ചിറപ്പള്ളിക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏർവാടിയിൽ എത്താൻ പറ്റും, ഏർവാടിക്കുള്ള ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ട്രെയിന് വെയിറ്റ് ചെയ്തു. 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിന് കിട്ടും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 3 മണിക്കൂർ സമയമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാക്കു എന്ത് ചെയ്തു, ബിരിയാണി ഒക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ മസാല ദോശയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ അങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് പോകില്ല, മക്കൾക്കൊക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾ ട്രെയിന് വന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ കയറി എല്ലാ ട്രെയിനിലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയും ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മാനാമധുരയ്ക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിത് അവിടെ ഇപ്പം എത്തുന്നു പറഞ്ഞു, ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട് തന്നെ കാക്കുവിൻ്റെ ഫ്രണ്ട് എന്തോ ചെറിയടൊക്കെ എന്തോ കാട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇടുന്നു, എന്തായാലും ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മൂച്ചികൾ കേട്ടോ. അതിന്മേൽ നല്ലോണം മാങ്ങ, നമ്മുടെ ഇല കാണാനല്ല അത്രക്കും മാങ്ങ, അതുപോലെ
തന്നെ ചെറിയ ചെറിയ പുളിമരങ്ങൾ, അതിന്മേ ഇല കാണാത്ത രീതിയിൽ ഇഷ്ടംപോലെ പുളിങ്ങ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നൊങ്കിന്റെ പന കേട്ടോ, നൊങ്കിന്റെ പന ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, ഈ സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കൃഷിയായിട്ട് ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കിയതാണെന്നാ തോന്നണം കേട്ടോ. പിന്നെ ഇതാ ഈ പച്ച കളറിൽ കൂട്ടത്തോടെ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ മുള ഉണ്ടല്ലോ, ആ മുള നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുക, അതിന്റെ അതേ ഉപയോഗമാണ് ഈ കാണുന്ന ഈ ഒരു തടിക്ക് കേട്ടോ പറഞ്ഞത്. അത് എന്താ പറയാ, കാക്കു പറഞ്ഞുതരാം കേട്ടോ ഓരോ സംഭവങ്ങളും. എനിക്കതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ എന്തോ ഒരു പേരും പറഞ്ഞു, എനിക്കിപ്പോൾ കിട്ടണില്ല. ഇത് ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്ത് രസം അറിയാം, വീഡിയോയിലൊന്നും അത്ര ഭംഗി കാണില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുമിച്ച് കൂട്ടത്തോടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഓരോരുത്തർ ഉറക്കം വന്നിട്ട് ഉറങ്ങാണ് കേട്ടോ. ഞാനിത് അതിൻ്റെ മേലെ കിടന്നിട്ടുള്ള ഉറക്കമാണ്. കാര്യം എന്താ വെച്ചാൽ ആരും ശല്യമില്ലല്ലോ, സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ ഞാനൊരു 3/4 മണിക്കൂർ വരെ ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ മാനാമധുരയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ബസ്സിനാണ് കേട്ടോ. ബസ്സിന് കുറച്ച് പോകണം. അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇതാ അവിടുത്തെ ഓട്ടോൻ്റെ കളർ കണ്ടില്ലേ, മഞ്ഞ കളർ കേട്ടോ. നമ്മളവിടെ വേറൊരു കളറല്ലേ, ഇവിടെ എല്ലാ ഓട്ടവും എന്താ മഞ്ഞ കളറാണ്. പിന്നെ ഇവിടെ എല്ലാവരുടെ തലയിലും പൂ ചൂടിയിട്ടുണ്ട് കേട്ടോ, മുല്ലപ്പൂ അങ്ങനെ പൂ ചൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് ഓരോ സാധനങ്ങൾ കേട്ടോ. പച്ചക്കറി ഒന്നുമല്ല, എന്താ വെച്ചാൽ കക്കരിക്ക കേട്ടോ, കുഞ്ഞ് കക്കരിക്ക, അതുപോലെ തന്നെ അതിൻ്റെ വലിയ കക്കരിക്ക, അങ്ങനെ എല്ലാവരും അത് തന്നെ കേട്ടോ വിൽക്കുന്നത്. അല്ലാതെ ഓരോരുത്തരും ഓരോ സംഭവങ്ങളൊന്നുമല്ല. പിന്നെ അതാ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ചെരുപ്പ്, അങ്ങനെ ഓരോ സംഭവങ്ങൾ ആണ്. എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാടൊക്കെ എത്രയോ പുരോഗമനത്തിലാണ് കേട്ടോ. ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കടകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടേക്കൊന്നും ഇവിടെ എന്താ പറയാ, സംഭവം സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നിട്ടോ. വെയിലത്തിരുന്നിട്ടാണ് ഓരോ അമ്മച്ചികളൊക്കെ വെയിൽ കൊണ്ടിരുന്നിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഞാൻ കാക്കൂനോട് ഇങ്ങനെ പറഞ്ഞേ, ഓ ഇതൊക്കെ കണ്ട നമുക്കൊക്കെ എന്താ അല്ലേ സുഖമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ. പിന്നെ അതാ എന്താ പറയാ, ഓരോ സാധനങ്ങൾ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് വിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള ബസ്സുകളാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കളറിലല്ലേ ഇപ്പോൾ, അതല്ലെങ്കിൽ പിന്നെ 2 കളർ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. ഇവിടെ കണ്ടില്ലേ പല നിറത്തിലാണ് ബസ്സുകൾ. അങ്ങനെ എല്ലാ ബസ്സുകളും അങ്ങനെ തന്നെ പല വിധ കളറിലുള്ളതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് പിറ്റേ ദിവസമായിട്ടോ, തലേന്ന് തുടങ്ങിയ യാത്ര പിറ്റേ ദിവസമായി. ഇപ്പം ഞങ്ങൾ ബസ്സിലാണ്. ബസ്സിലിരുന്നപ്പോൾ ഞങ്ങൾ ക്യാമറയ്ക്ക് നോക്കിയപ്പോൾ ഞാനും കാക്കും പറയാം, എന്താ കോലം, ഒരുമാതിരി കോലമായിട്ടുണ്ട്, ഇനിയിപ്പോൾ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വേണം, ഒന്ന് ഉഷാറായിട്ട് ഫ്രഷ് ആയി കിട്ടണം എന്ന് പറയാം കേട്ടോ. പിന്നെ കാക്കു നല്ലോണം ഉറങ്ങിട്ടോ ബസ്സിൽ കയറിയപ്പോൾ. ഞാൻ കാക്കൂടാണ് ഒരു കുട ചൂടിയിരുന്നൂടെ ചിറ്റാക്കൊക്കെ എന്ന് പറഞ്ഞിട്ടോ. പക്ഷേ എങ്കിലും ഒരു കുട പോലും ചൂടാതെ ആ മുട്ട വെയിലത്തിരുന്നിട്ടാണ് കേട്ടോ ഓരോ സാധനങ്ങളും വിൽക്കുന്നത്. ഇവിടുത്തെ വീടുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓരോ എന്താ പറയാ, തീരെ വലിപ്പമല്ല കേട്ടോ. വലിപ്പം മാത്രമല്ല, എല്ലാം ഒരേപോലത്തെ വീടുകൾ, ഒക്കെ ഒരു സ്ക്വയർ രൂപത്തിലുള്ള വീടുകൾ കേട്ടോ. പിന്നെ സ്റ്റെയറൊക്കെ പുറത്ത് കൊടുത്തുക, അങ്ങനെയൊക്കെയുള്ള വീടുകളാണ് ഇവിടുത്തെ വീടുകൾ. എന്താ പറയാ, നമ്മളിവിടുത്തെ വീടിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ പെട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ വീടുകൾ. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്താ പറയാ, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഫുള്ളും വീടിന് വേണ്ടി ചിലവാക്കുള്ളൂ നമ്മളിവിടെ ഉള്ള ആൾക്കാർ. അത് അസല് മണ്ടത്തരാണ്. പക്ഷെങ്കിലും എന്താ പറയാ, അവിടുത്തെ വീട് എന്ന് പറഞ്ഞാലൊക്കെ നമ്മളെ ഇവിടുത്തെ ഒരു 2 റൂമിൻ്റെ അത്ര വലിപ്പം അവിടുത്തെ വീട് മൊത്തത്തിലുണ്ടാവുള്ളൂ വലിപ്പം. അങ്ങനത്തെ ഓരോരോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അവിടുത്തെ വീടുകൾ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയ പാടെ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഒരു റൂം, ഇതുപോലെ തന്നെ മറ്റേ റൂമും. അങ്ങനെ 2 റൂം ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ബെഡും അതുപോലെ തന്നെ ഒരു ബാത്റൂമൊക്കെ ആയിട്ട് നല്ല 2 റൂം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രഷ് ആയി ഞങ്ങൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ ഇതാ മോന് തിരിച്ചു പോകുന്ന സമയത്ത് മോന് ഇതാ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ കയറി കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇതുപോലെ ഉറങ്ങാൻ കേട്ടോ. മോള് ഇതാ കാക്കൂൻ്റെ മടിയിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ 3-4 ദിവസത്തെ യാത്രയാണെങ്കിലും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് നല്ലൊരു സ്ഥലത്തേക്ക് പോയതുകൊണ്ടുള്ളതായിരിക്കും കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളിതാ വാണിയമ്പലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.